ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും റെഡിമെയ്ഡ് നൈറ്റി, ചുരിദാർ, പാൻറ് ഒക്കെ വാങ്ങുന്നവരാണ് അല്ലേ. നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽ കോട്ടൻ്റെ വാങ്ങാറുണ്ട്, റയോൺ മെറ്റീരിയൽ വാങ്ങാറുണ്ട്, ക്രേപ്പ്, ജോർജറ്റ്, ഷിഫോൺ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അൾട്ടർ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ടോപ്പ് ചിലപ്പോൾ ചിലതൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ചിലതൊക്കെ കുറച്ച് ലൂസ് ഉണ്ടാവും. അപ്പോൾ ലൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അൾട്ടർ ചെയ്യാണ്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. എസ്പെഷ്യലി നമ്മൾ നൈറ്റിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിലുള്ളത് തന്നെ കിട്ടണമെന്നില്ല, കുറച്ച് ലൂസൊക്കെ ഉള്ളതാണ് കിട്ടുക അല്ലേ. കോട്ടൺ മെറ്റീരിയൽ, റയോൺ മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അത് അൾട്ടർ ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് അലക്കുക കേട്ടോ. അലക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അൾട്ടർ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ കോട്ടൺ മെറ്റീരിയലൊക്കെ അലക്കി കഴിയുമ്പോൾ കുറച്ച് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. റയോൺ മെറ്റീരിയലാണെങ്കിൽ എല്ലാ റയോണിലും അങ്ങനെ ചുരുങ്ങാറില്ല, ഓരോരോ മെറ്റീരിയൽ റയോൺ ചുരുങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നൈറ്റിയൊക്കെ റയോൺ മെറ്റീരിയൽ നൈറ്റി ഉണ്ട്, പിന്നെ കോട്ടൺ നൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്യാം. ഏതാണെങ്കിലും നൈറ്റി ആണെങ്കിലും ടോപ്പാണെങ്കിലും പാൻ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ സൈസ് കറക്റ്റ് ആയിട്ടുണ്ടാവും, ജസ്റ്റ് അതിലുള്ള സ്റ്റിച്ചിന് മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ നമുക്ക് ലൂസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ആൾട്ടർ ചെയ്യാം. അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം, ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പാണെങ്കിലും പാൻ്റ് ആണെങ്കിലും നൈറ്റിയോ സ്കേർട്ടോ ഏതാണെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം അൾട്ടർ ചെയ്യുക. നിങ്ങൾ അൾട്ടർ ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്ടർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അതങ്ങ് ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് അൾട്ടർ ചെയ്യാം. ഷിഫോണിൻ്റെയോ ജോർജറ്റിൻ്റെയോ മറ്റോ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വാങ്ങിയ ഉടനെ തന്നെ അത് അൾട്ടർ ചെയ്യാം. അതിൽ പിന്നെ നമുക്ക് ചുരുങ്ങാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കോട്ടൻ്റെയോ റയോണിൻ്റെയോ മറ്റോ ഏത് തരം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതിന് ശേഷം മാത്രം അൾട്ടർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നേരെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അൾട്ടർ ചെയ്തു, ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് കുറച്ചതിന് ശേഷം നമ്മൾ അലക്കി കഴിയുമ്പോൾ നമുക്ക് വേണ്ടതിനേക്കാളും ലെങ്ത്തൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അലക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അലക്കുന്നതിന് മുൻപാണ് അൾട്ടർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് ലൂസൊക്കെ വിട്ടിട്ട് അൾട്ടർ ചെയ്യാം, അത് കുഴപ്പമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അലക്കി കഴിഞ്ഞതിന് ശേഷം അൾട്ടർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന്. നമ്മൾ അലക്കാണ്ട് അൾട്ടർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ലൂസ് വിടണം, ലൂസ് വിട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ അൾട്ടർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ലെങ്ത്തൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ ലെങ്ത്ത് കൂടുതൽ, നമുക്ക് വേണ്ടതിനേക്കാളും 1 ഇഞ്ചിൻ്റെ ഒക്കെ അടുത്ത് ലെങ്ത്ത് കൂടുതൽ വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കഴുകിയതിന് ശേഷം മാത്രം അൾട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടൈലറിങ് കുറച്ചൊക്കെ അറിയുന്നവർക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും, അറിയുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.